സഖാവ് വി എസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ അനിശ്ചിത നേതാവ് തന്നെയാണ്. അതിൻ്റെ ഇവിടുത്തെ സ്ഥാപക നേതാക്കളിൽ തന്നെ ഒരാളാണെന്ന് നമുക്ക് പറയാം. ആ രീതിയിലുള്ള പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു അദ്ദേഹം. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് പലരും അദ്ദേഹത്തിന് സംഭവിപ്പിച്ചെങ്കിൽ പോലും, അദ്ദേഹത്തിനെതിരെ അങ്ങനെയൊക്കെ പ്രയോഗിച്ചെങ്കിൽ പോലും ഉണ്ടല്ലോ, അദ്ദേഹം പാർട്ടി വിട്ടുപോയിട്ടില്ല. പലരും സഹിക്കാൻ വയ്യാതെ അവസാനം പാർട്ടി ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ട്. പലരെയും പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്, അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ വി എസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. വി എസിൻ്റെ സ്ഥാനമാനങ്ങൾ മുഴുവൻ അവസാനം കുറച്ചു. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ആ രീതിയിലൊക്കെ ചെയ്തു. ഒരുപാട് അപമാനിതനായിട്ടുണ്ട് വി എസ്. പക്ഷേ അതെല്ലാം അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആ പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടിയുണ്ടല്ലോ, സഹിക്കുകയായിരുന്നു. ഉറപ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് വി എസ് മഹാനാണെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിനോട് പെരുമാറിയത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. പുറത്തോട്ട് വരുന്നത് വേറെ വെളിയിലുള്ള ആരും പറയുന്നതല്ല, പാർട്ടി തന്നെ ഉള്ളവരാണ് പറയുന്നത്. അത് ഈ തിരുവനന്തപുരത്ത് വെച്ച് ഒരിക്കൽ ഒരു 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 യുവ നേതാവ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ യുവാവാന്ന് വല്ലതൊന്നും എനിക്കറിഞ്ഞുകൂടാ, യുവ നേതാവെന്നാണ് പറയുന്നത്. അതാരാണെന്നുള്ളത് ഞാൻ പറയാം, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. യുവ നേതാവ് അതേപോലെ, അതായത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് കേട്ടോ, വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് വി എസ് മറുപടി പറഞ്ഞു കേട്ടോ. എന്താണെന്നറിയാം പറഞ്ഞത്? ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് ഓരോരുത്തർ ഇപ്പോൾ പാർട്ടിയിൽ എന്നെ വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടത്തണം എന്ന് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അദ്ദേഹം അത് വളരെ സർക്കാസ്റ്റിക്കായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കയ്യൂരും അവിടെ ഇവിടെയൊക്കെ നടത്തിയപ്പോൾ ഒരുപാട് തൂക്കുകയറും അതും എല്ലാം കണ്ട് അതിനകത്തൂടെ അതെല്ലാം മറികടന്ന് കയറി വന്നതാണ് ഞാനും മറ്റുള്ള ചില ആളുകളും. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് വി എസിനെ ഇത് കാണിച്ച് പേടിപ്പിക്കേണ്ട കാര്യമില്ല, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നവന്മാർ പൂജപ്പുര പോയി കിടക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശൈലി ഉണ്ടല്ലോ, പൂജപ്പുര, അവിടെ പോയി കിടക്കും എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അത് കഴിഞ്ഞ് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ, ആലപ്പുഴ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒരു ചെറിയ പെൺകുട്ടി എന്നേ പറയുന്നുള്ളൂ കേട്ടോ, ഇതേപോലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി പോലും അങ്ങനെ പറയാനിടയായതിൽ അദ്ദേഹത്തിന് വളരെ മനോവേദന ഉണ്ടായെന്നുള്ളത് സത്യമാണ്. അപമാനിതനായിട്ട് വി എസ് തല കുനിച്ചില്ല, നേരെ വെച്ചോണ്ടാണെങ്കിൽ പോലും അദ്ദേഹം നടന്ന് ആ വേദി വിട്ടിറങ്ങി. പിന്നെ ഇരുന്നില്ല, അങ്ങനെ ചെയ്യാറില്ല ആരും, ഈ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി പോകാറില്ല. വേദി വിട്ടിറങ്ങി അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി. ഈ സംഭവം കൂടെ പറഞ്ഞത് വേറെ ആരുമല്ല. ആദ്യം പറഞ്ഞത് ശ്രീ പിരപ്പങ്കോട് മുരളിയാണ്. പിരപ്പങ്കോട് മുരളി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അനിശ്ചിത നേതാവ് തന്നെയായിരുന്നു. ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, MLA ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ അത് പിരപ്പങ്കോട് മുരളി പറഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരെ ഒരുപാട് പ്രസ്താവനകളൊക്കെ പാർട്ടിയിലെ ഇപ്പോഴുള്ള പല നേതാക്കളും ഒക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, മറ്റേതില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് എവിടുന്ന് കിട്ടിയെന്നായവർക്ക് ഒന്ന് ആലോചിച്ചു. ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സുരേഷ് കുറുപ്പ് വളരെ ആദരണീയനായ ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പാർട്ടി ഭേദമന്യേ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് കുറുപ്പിൻ്റേത്. അദ്ദേഹം ഈ പാർട്ടിയുടെ അനിശ്ചിത നേതാവായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്, അത്രയേ ഉള്ളൂ. എന്നാലും പാർട്ടിക്കാരനല്ല എന്ന് പറയാൻ ഒക്കത്തില്ല, അദ്ദേഹം പാർട്ടിക്കാരൻ തന്നെയാണ്. അദ്ദേഹം ഇതുപോലെ പറഞ്ഞു. ആലപ്പുഴ സമ്മേളനത്തിൽ ഇതേപോലെ ഒരു കൊച്ചു പെൺകുട്ടി പറയാനിടയായി. ഇത് കൊച്ചു പെൺകുട്ടി എന്നേ പറഞ്ഞുള്ളൂ, പേരെന്തുവാന്ന് പറഞ്ഞില്ല. ഇത് കേട്ടത് വാതി കേൾക്കാത്തത് വാതി ഒരു കൊച്ചു പെൺകുട്ടി ഇനി വെളിയിലോട്ട് വന്നു കേട്ടോ. ചിന്താ ജെറോ എന്ന് പറയുന്ന നേതാവ്, അത് എന്തോ ചിന്താ ജെറോവും
പല കാര്യങ്ങൾ പറയുന്നത് നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു തമാശയ്ക്ക് വകയുണ്ടാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ചിന്താ ജെറോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ചിന്താ ജെറോമിന് നല്ല സ്ഥാനം ഈ പാർട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്, ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. ചിന്താ ജെറോം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആലപ്പുഴ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനമായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമല്ല, എൻ്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനമായിരുന്നു. അതിൽ ഇങ്ങനെ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ഈ വാക്കുകൾ ആരും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന്. അത് ചിന്താ ജെറോമിന് പറയാനുള്ള കാര്യം എന്തുവാന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് ചിന്താ ജെറോം ആ പറഞ്ഞതെന്ന് ഒരിക്കലും സുരേഷ് കുറുപ്പ് പറഞ്ഞില്ല, വീരപ്പൻകോട് മുരളി പറഞ്ഞില്ല. പക്ഷേ ഇത് ആരും പറയാതിരുന്നിട്ടും സ്വമേധയാ ദാണ്ടെ അച്ഛൻ തട്ടിനുറത്തുമില്ല കേട്ടോ എന്ന് പറഞ്ഞ അച്ഛൻ തട്ടിൻ്റെ പുറത്ത് അച്ഛനില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ആ രീതി ആയിപ്പോയി ഇപ്പോൾ. അത് ചിന്താ ജെറോം തന്നെ വെളിവാക്കി ഇതാരാണ് പറഞ്ഞേക്കുന്നതെന്നുള്ളത്. ഏതായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല, ശരിയായ ഒരു കാര്യവുമല്ല. അതേപോലെ തന്നെ യുവ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വി എസിനെ പോലൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി നൊന്നിട്ടുള്ള ആളുകളൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് നിങ്ങൾ ഈ പാർട്ടിക്കാരാലോചിക്കണം. ഞാൻ ആ പാർട്ടിക്കാരനൊന്നും അല്ല, എനിക്കൊരു പാർട്ടിയില്ല. പക്ഷേ ഇത് പറയുമ്പോൾ എനിക്കിതിനകത്ത് അതായത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ സഖാവ് വി എസിനെ ഇതേപോലെ അപമാനിച്ചവരെല്ലാം ഇതിപ്പോൾ മാറ്റി പറയുന്നു, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞാൽ നല്ലതേ ഉള്ളൂ കേട്ടോ, നല്ലതാണ്. കാരണം അവിടെ വി എസിന് മഹത്വം ഏറത്തേ ഉള്ളൂ. അപ്പോൾ വി എസ് ഇങ്ങനെയൊക്കെ അപമാനിച്ചിട്ട് പോലും വി എസ് ഈ പാർട്ടി നിന്നു അവസാനം വരെ എന്നുള്ളതാണ്. മരണത്തിനും അദ്ദേഹത്തിന് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കൊടി പുതപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റി അദ്ദേഹത്തിന്. അതിൻ്റെ കാരണം എന്തൊക്കെ അദ്ദേഹത്തിന് ശല്യം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്രയൊക്കെ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുകയും അവമാനിക്കുകയും ചെയ്തെങ്കിലും വി എസ് ഒരൊറ്റയാൾ പോരാട്ടം നടത്തി പിടിച്ചു നിന്ന ആളാണ്. അദ്ദേഹം എന്തൊക്കെ ആയിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടു എല്ലാം എന്തായിരുന്നു എന്നൊക്കെ. അത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവുകൊണ്ടാണ്, അല്ലാതെ ആരും അദ്ദേഹത്തെ സഹായിച്ചതൊന്നുമല്ല. വി എസ് സ്വന്തമായിട്ട് വെട്ടിപ്പിടിച്ച സ്ഥാനങ്ങളേ ഉള്ളൂ വി എസിന് കിട്ടിയിട്ടുള്ളത്. അത് ആ ഒരു പോരാട്ടത്തിലൂടെ വളർന്ന ഒരു നേതാവ്, അതുപോലെ മരണത്തിലും അദ്ദേഹം ആ പോരാട്ടത്തിലൂടെ തന്നെ കടന്നുപോയി എന്ന് വേണം കാണാൻ.